ആശ്രയത്തിനെന്നവണ്ണം അവൾ അച്ഛനെ നോക്കി. അച്ഛനും അമ്മയുടെ അഭിപ്രായം തന്നെയായിരുന്നു. നാല് വർഷങ്ങൾക്ക് ശേഷം. മോളെ, മോളെ, നീ മര്യാദയ്ക്ക് എന്റെ മുന്നിലേക്ക് വരുന്നോ? ഞാനാണെങ്കിൽ ഒരൊറ്റ തല്ലിൽ നിൽക്കും. അമ്മയാണെങ്കിൽ നിന്നെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല. കയ്യിലിരിക്കുന്ന കുഞ്ഞുവടിയുമായി അങ്കദ് ഓരോരോ മുറികളിലായി കയറിയിറങ്ങി. മോനെ, നീ ഇതാരെ അന്വേഷിക്കുന്നേ? ദേവി ടീച്ചറുടെ സ്വരം കേട്ടാണ് അങ്കദ് തിരിഞ്ഞു നോക്കിയത്. വേറെ ആരായിരിക്കും? അവൾ രാവിലെ തന്നെ കാണിച്ചു കൂട്ടിയത് കണ്ടില്ലേ അമ്മേ? വരുന്ന വഴിയിൽ കണ്ടു. അപ്പോ അമ്മയും കണ്ടു ബോധിച്ചു അല്ലേ? അയാൾ ഇനി എന്നെ പറയാൻ ഒന്നുമില്ല ബാക്കി. ഇതിപ്പോ കിട്ടുന്ന ശമ്പളം മുഴുവനും അയാളുടെ മതില് പെയിന്റ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ തികയുന്നുള്ളൂ. ഇന്ദ്ര മര്യാദയ്ക്ക് പുറത്തേക്ക് വരുന്നുണ്ടോ? ടീച്ചർ ചുണ്ടത്ത് കൈവച്ചുകൊണ്ട് പട്ടിക്കൂട്ടിലേക്ക് കൈ കാണിച്ചു. ഓ, ഇന്ന് അവിടെയാണോ? അടുത്തേക്ക് ചെന്നപ്പോ കണ്ടു ടോമിയെ കെട്ടിപ്പിടിച്ച് ആളകത്തുണ്ട്. തന്നെ കണ്ടതും ടോമിയും കണ്ണടച്ചിരുന്നു. ഇവളുടെ കൂടെ കൂടി നീയും വേണ്ടാത്ത കള്ളത്തരം മുഴുവനും പഠിച്ചു അല്ലേ? ടോമിയുടെ തലയിൽ കൊട്ടിക്കൊണ്ട് അങ്കത്ത് ചോദിച്ചു. ഇന്ദ്ര. അവൾ പതിയെ കണ്ണു തുറന്നു. എന്നിട്ട് കണ്ണു വിടർത്തി കൈ പൊക്കി. അച്ഛേ. ഓ, ഇതെന്താ ഈ കയ്യില്? അവളുടെ കയ്യിലേക്ക് ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. ഇത് ചോപ്പ് കലറാ അച്ഛേ. ആണോ? അച്ഛക്ക് മനസ്സിലായില്ലല്ലോ. ഇതെങ്ങനെയാ നിന്റെ കയ്യിലെത്തിയെന്ന്. അവൾ കണ്ണും പൂട്ടി ചിരിച്ചുകൊണ്ട് തന്നെ നിന്നു. നീ ഇന്ന് വീണ്ടും ആ മതിലിൽ പോയി കുത്തി വരച്ചു അല്ലേ? ഇത് എത്രാമത്തെ തവണയാ ഇന്ദ്ര? അതുകൊണ്ട് പൊന്നുമോൾ ആദ്യ കൂട്ടിന്ന് ഒന്നിറങ്ങി വന്നേ, എന്നിട്ടാവാം ബാക്കി. വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ അച്ഛേ. ആ കിച്ചു കേട്ടില്ല. പിന്നെ അവൻ ഒറ്റയ്ക്ക് വരയ്ക്കണ്ടെന്ന് കരുതി ഞാൻ ഇച്ചിരി വരച്ചു കൊടുത്തതാ. അല്ലാതെ ഞാനൊന്നും ചെയ്തില്ല അച്ഛേ. അച്ചടാ, എന്തൊരു പാവം. ഇത്രയും നാള് പോട്ടെ എന്ന് ഞാൻ കരുതി. പക്ഷെ ഇനി അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിനക്കേ 2 തല്ലിന്റെ കുറവുണ്ട്. അവൻ കയ്യിലിരുന്ന വടിയെടുത്ത് പൊക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും കണ്ണിൽ നിന്നും ഉരുണ്ട് വീഴാൻ തുടങ്ങിയിരുന്നു. ഓഹ്, പോട്ടെ കരണ്ട. ദേ, ഇത് ലാസ്റ്റായിട്ട് അച്ഛൻ മോളോട് പറയാ. ഇനി ഇതുപോലത്തെ കുരുത്തക്കേട് കാണിച്ച അച്ഛ ആയിരിക്കില്ല മോളോട് പറയുന്നേ, അമ്മയുടെ കൈയായിരിക്കും. കേട്ടല്ലോ? അവളിപ്പോ ഇവിടെ ഇല്ലാത്തത് നിന്റെ ഭാഗ്യം. കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. പിന്നെ അവളെ ഇക്കിലിട്ട് ചിരിപ്പിക്കുന്നതിലായിരുന്നു അവന്റെ ശ്രദ്ധ മുഴുവനും. മോനെ, പറഞ്ഞു അമ്മേ. മോനെ, ആ കുട്ടി. ഓ, എത്തിയോ? ഹാളിൽ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അമ്മേ, ഇവളെ കൊണ്ടുപോയിട്ട് ഈ കൈയും മുഖവും ഒന്ന് കഴുകി മനുഷ്യക്കോലത്തിൽ കൊണ്ടുപോവാ. അപ്പോഴേക്കും ഞാൻ അവരെ പോയി കാണാം. ഹാളിലേക്ക് എത്തിയപ്പോ കണ്ടു ഒരു പെൺകുട്ടിയും പയ്യനും. രണ്ടുപേർക്കും ഏകദേശം 10-25 വയസ്സ് പ്രായം വരും. ഹായ്. തന്നെ നോക്കിയിരുന്ന കുട്ടികളുടെ മുഖത്ത് നോക്കി അങ്കത്ത് പറഞ്ഞു. ഹലോ. അവൻ ആ പയ്യനും ഷേക്ക് ഹാൻഡ് കൊടുത്തു. ഹലോ മിസ്റ്റർ അങ്കത്ത്, ഞാൻ ചന്ദ്രമുഖി. ഇത് റോമിയോ. അറിയാം, അംശി പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരെയും പറ്റി. അതെന്തായാലും നന്നായി. ഇനി ഒരു മുഖപുര ഇല്ലാതെ തുടങ്ങാമല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ ഈ സാഹചര്യം, ഈ അവാർഡ്, ഇതിനെ മിസ്റ്റർ അങ്കത്ത് എങ്ങനെ നോക്കിക്കാണുന്നു? ചന്ദ്രമുഖി ഒരു പ്രമുഖ പത്രത്തിന്റെ യൂത്ത് എന്ന പേജ് കൈകാര്യം ചെയ്യുന്ന റിപ്പോർട്ടറാണ്. അങ്കത്തിന് കിട്ടിയ അവാർഡിനെ പറ്റിയുള്ള ഒരു ഇന്റർവ്യൂ ചെയ്യാനായിട്ടാണ് അവൾ വന്നത്. അങ്ങനെ ഒരു അവാർഡ് ലൈഫിലേക്ക് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നുന്നില്ലേ? ആദ്യം ഒരു ബ്ലോഗിൽ എഴുതുക, അത് വളരെ പെട്ടെന്ന് തന്നെ ജനശ്രദ്ധ ആകർഷിക്കുക, പിന്നീട് അതൊരു ബുക്കായി മാറുക, അതിനെ തേടി ഇത്രയും വലിയൊരു അവാർഡ് എത്തുക. 1 വർഷം കൊണ്ട് ഇത്രയേറെ മാറ്റങ്ങൾ. ഒരു കോളേജിൽ
പ്രൊഫസർ മാത്രമായിരുന്ന അങ്കദ് ഇപ്പോൾ ലോകം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്, ലക്ഷ്യങ്ങൾ ഫോളോ ചെയ്യുന്ന ബ്ലോഗറാണ്. ഇതിനെയൊക്കെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഇതൊക്കെ വളരെ പെട്ടെന്നാണ് എന്നൊരു തോന്നൽ മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടാകില്ലേ? ഒന്ന് കണ്ണിറുക്കി കാണിച്ചപ്പോ നിമിഷങ്ങൾ കൊണ്ട് വൈറലായ ഒരു പെൺകുട്ടി നമ്മുടെ മുന്നിലുള്ളപ്പോ ഈ ഒരു ചോദ്യം അത് നമുക്ക് ആവശ്യമുണ്ടോ? ബാക്കി പറയാതെ തന്നെ അങ്കത്ത് ചിരിച്ചു. ശരിയാണ്, എങ്കിലും താങ്കളുടെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ താങ്കളിലൂടെ തന്നെ വായനക്കാർക്ക് അറിയാൻ കഴിഞ്ഞാൽ അതവർക്കൊരു പുതിയ അനുഭവമായിരിക്കും. പ്രത്യേകിച്ചും താങ്കളെക്കുറിച്ച്. കാരണം താങ്കൾ ആർക്കും അങ്ങനെ ഇന്റർവ്യൂസ് ഒന്നും കൊടുക്കാറില്ലല്ലോ. ഇത് താങ്കളുടെ ആദ്യത്തെ അനുഭവമല്ലേ? എനിക്കങ്ങനെ ഇന്റർവ്യൂസ് കൊടുക്കുന്നതൊന്നും അത്ര താല്പര്യമല്ല. ഇത് പിന്നെ അംശി അത്രയ്ക്ക് നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ്. അപ്പോ നമുക്ക് ബ്ലോഗിൽ നിന്ന് തുടങ്ങിയാലോ? എങ്ങനെയായിരുന്നു അതിന്റെ തുടക്കം? ചന്ദ്ര റെക്കോർഡർ മുന്നിലേക്ക് വെച്ച് അവനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. സാധാരണ എല്ലാവരെയും പോലെ തന്നെ വെറുതെ എഴുതി തുടങ്ങിയതാ. പലരും ഭാവനകളെ കൂട്ടുപിടിച്ചപ്പോ ഞാൻ എന്റെ ജീവിതം എഴുതി തുടങ്ങി. അത്രയുണ്ടായിരുന്നുള്ളൂ വ്യത്യാസം. ജീവിതം തൂലികത്തുമ്പിലേക്ക് വന്നതുകൊണ്ടായിരിക്കോ അതിന് ഇത്ര പെട്ടെന്നൊരു പബ്ലിസിറ്റി കിട്ടിയത്? ഒരുപക്ഷെ ആകാം, ആകാതിരിക്കാം. ഒരുപാട് പേര് വളരെയധികം ആകാംക്ഷയോടെയാണ് താങ്കളുടെ ബ്ലോഗിലെ ഓരോ പാർട്ടും വായിച്ചുകൊണ്ടിരുന്നത്. ഏതാണ്ട് പകുതി ആയപ്പോഴേക്കും ഒരുവിധമുള്ളവർക്കെല്ലാം അത് താങ്കളുടെ ലൈഫാണെന്ന് തന്നെ മനസ്സിലായിരുന്നു. ശരിയല്ലേ? അതെ. അതുകൊണ്ടാവും ഒത്തിരി എൻക്വയറി താങ്കളെ പറ്റി വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു മെസ്സേജും താങ്കൾ മറുപടി കൊടുത്ത് കാണാറില്ലായിരുന്നു. അതിന് ഒരു പുഞ്ചിരിയായിരുന്നു മറുപടി. ഇതൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഞാനും താങ്കളുടെ ഫോളോവർ ആയിരുന്നു. അടുത്ത പാർട്ടിനെ പറ്റി അറിയാൻ താങ്കളോട് മിക്കപ്പോഴും മെസ്സേജിലൂടെ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും മറുപടി കിട്ടിയിരുന്നില്ല. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവളുടെ ചോദ്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. താങ്കളുടെ എഴുത്തിൽ പലപ്പോഴും കണ്ണു നിറയാതെ ഒരു വരി പോലും വായിക്കാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ താങ്കൾക്ക് എങ്ങനെയാണ് ഇത്രയും തന്മയത്വത്തോടെ എഴുതാൻ കഴിഞ്ഞുവെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം അതിൽ പലതും താങ്കളുടെ ജീവിതത്തിലെ ഏടുകൾ തന്നെയായിരുന്നുവെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ ചോദ്യം അതൊന്നുമല്ല. താങ്കൾ ഇപ്പോൾ ഹാപ്പിയാണോ? തീർച്ചയായിട്ടും അതെ. ഇതിനു മുന്നേയും താങ്കളുടെ ഈ അഭിപ്രായം ഞാൻ വായിച്ചിട്ടുണ്ട്. ശരിക്കും മനസ്സിൽ തട്ടി തന്നെയാണോ താങ്കൾ ഇപ്പോൾ ഹാപ്പിയാണെന്ന് പറയുന്നത്? കാരണം ലൈഫിന്റെ ബാലൻസ് ഷീറ്റ് എടുത്താൽ താങ്കൾക്ക് നഷ്ടങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അതെടുക്കുന്ന ആളെ പോലെ ഇരിക്കും. ഒരുപക്ഷെ നിങ്ങളാണ് എടുത്തതെങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമേ കാണാൻ കഴിയൂ. പക്ഷേ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. പിന്നെയും കുറെ അധികം ചോദ്യങ്ങൾ ചോദിച്ചാണ് അവർ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്തത്. അപ്പോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ചിത്തന്റെ ആമക്കുട്ടി. താങ്ക് യു. അവൻ അവൾക്ക് കൈ കൊടുത്തുകൊണ്ട് എഴുന്നേറ്റു. അങ്കച്ച്, ഒന്ന് രണ്ട് പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചോട്ടെ? പേടിക്കണ്ട, പബ്ലിക് ആക്കാനല്ല. നിങ്ങളെ വായിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ മനസ്സിൽ തോന്നിയതാ. ഇപ്പോ ഒരവസരം കിട്ടിയതുകൊണ്ട് ചോദിക്കുന്നു എന്ന് മാത്രം. വേണ്ട എന്നാണ് ആദ്യം പറയാൻ തോന്നിയതെങ്കിലും പിന്നെ എന്തോ അവളുടെ ആ കണ്ണുകളെ നോക്കി നോ എന്ന് പറയാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല. ശരി, ചോദിക്കൂ. താങ്കളുടെ ഈ ബുക്കായ ചിത്തന്റെ ആമക്കുട്ടിയിൽ പറയുന്ന രഞ്ജു എന്ന കഥാപാത്രം താങ്കളുടെ ചിന്തകളായിരുന്നോ? അതോ അങ്ങനെ ഒരാളെ താങ്കൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? കാരണം വായിക്കുമ്പോൾ പലപ്പോഴും താങ്കൾ അദ്ദേഹത്തെ നേരിട്ട് അറിഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അവൾ അത് പൂർത്തിയാക്കിയില്ല. പക്ഷേ എനിക്ക് ചെറിയൊരു മെന്റൽ ഡിസബിലിറ്റി ഉണ്ടായതുകൊണ്ട് അതിന്റെ തോന്നലുകളാവാം എന്നൊരു ഡൗട്ട് തനിക്കുണ്ട് അല്ലേ? അതല്ലേ താൻ പകുതിക്ക് വെച്ച് വിഴുങ്ങിയത്? അവൻ ചിരിച്ചും കൊണ്ട് ചോദിച്ചു. അവൾ അതേ എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ഒരുപക്ഷെ രഞ്ജു എന്റെ തോന്നലുകളാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ സത്യമാവാം. പക്ഷേ അതെനിക്ക് എന്റെ ജീവിതമായിരുന്നു. അതിൽ നടന്നതെല്ലാം എന്റെ മാത്രം സത്യങ്ങളും. താങ്കളുടെ ആ ബുക്കിൽ ചിത്രഞ്ജന്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അതെങ്ങനെയായിരുന്നു എന്ന് പറയുന്നില്ല. അതെന്താ? അത് വേറൊന്നും കൊണ്ടല്ല. ആ മരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ അതിൽ എന്റെ മായിയുടെ ദുഃഖങ്ങളെപ്പറ്റി ഞാൻ വിവരിക്കേണ്ടി വരും. അവളുടെ കണ്ണുനീരിനെ പറ്റി എഴുതാൻ പോയിട്ട് അതൊന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. കാരണം
അവളെന്റെ ജീവന. അത് പറയുന്നതിനോടൊപ്പം അവന്റെ കണ്ണുകളും നിറഞ്ഞു. താങ്കൾ മായിയെ ജീവനേക്കാളേറെ സ്നേഹിച്ചിരുന്നു അല്ലേ? പലപ്പോഴും താങ്കളുടെ വരികളിൽ നിന്നും ഞങ്ങൾക്കത് മനസ്സിലായതാണ്. പക്ഷേ ഇപ്പോൾ താങ്കളുടെ ഈ കണ്ണുകൾ കാണുമ്പോൾ അതെന്തോ എന്റെ ഹൃദയത്തെ കീറിപ്പറിക്കുന്നു. അവളുടെ കണ്ണുകളും നനയാൻ തുടങ്ങിയിരുന്നു. ഇത്രയധികം ചങ്കുപറിച്ച് സ്നേഹിച്ചിട്ടും താങ്കളുടെ പ്രണയം അറിയുന്നതിന് മുൻപേ തന്നെ താങ്കളുടെ മായി ഈ ലോകം വിട്ടു പോയില്ലേ? എന്നിട്ടും ഇപ്പോഴും താങ്കൾക്ക് എങ്ങനെ ഇങ്ങനെ പുഞ്ചിരിക്കാൻ സാധിക്കുന്നു? മായി ഈ ലോകം വിട്ടു പോയത് നിങ്ങൾക്കല്ലേ, എനിക്കല്ലല്ലോ. അവളിപ്പോഴും എൻ്റെ പ്രണയമാണ്, എൻ്റെ കൂട്ടുകാരിയാണ്, എൻ്റെ മകളുടെ അമ്മയാണ്. ചന്ദ്ര അത്ഭുതത്തോടെ അവനെ കേട്ടുകൊണ്ടിരുന്നു. അത് മനസ്സിലാക്കിയ പോലെ അവൻ അവളോട് പറഞ്ഞു, പ്രണയിക്കാൻ ഒരു ശരീരം വേണമെന്ന് നിർബന്ധമുണ്ടോ ചന്ദ്ര? ഇല്ലല്ലോ. അങ്ങനെയായിരുന്നുവെങ്കിൽ രഞ്ജുവിന് അവന്റെ ശരീരം നഷ്ടപ്പെട്ടപ്പോൾ തന്നെ അവന്റെ പ്രണയത്തെ ഉപേക്ഷിച്ച് അങ്ങനെ പോവാൻ കഴിയുമായിരുന്നല്ലോ. അവൻ അങ്ങനെ ചെയ്തോ? ഇല്ലല്ലോ. അവളുടെ നന്മയ്ക്ക് വേണ്ടി, സന്തോഷമുള്ളൊരു നാളേക്ക് വേണ്ടി അവൻ അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? അതിനെയാ ഞാൻ പ്രണയം എന്ന് വിശ്വസിക്കുന്നത്. സർ, അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അവർ പരസ്പരം അകമഴിഞ്ഞ് പ്രണയിച്ചവരല്ലേ? അതുകൊണ്ട് തന്നെ ഒരാളെ വിട്ട് മറ്റൊരാൾ പോയില്ല. പക്ഷേ ഇവിടെ താങ്കളുടെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. മായിക്ക് സാർ ഒരു കൂട്ടുകാരൻ മാത്രമായിരുന്നില്ലേ? ഒരിക്കൽ പോലും സാറിന്റെ പ്രണയം അവരോട് തുറന്നു പറഞ്ഞിട്ടുമില്ല. ഒരു സാർ എന്നതിലുപരി ഒരു വികാരവും അവർക്ക് താങ്കളോട് ഉണ്ടായിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ്? അവൾ ബാക്കിയൊന്നും പറയാതെ നിർത്തി. മായി എന്നെയല്ലേ സ്നേഹിക്കാതിരുന്നത് ചന്ദ്ര? ഞാനല്ല. ഞാൻ അവളെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. അവളെ പറ്റിയേ സ്വപ്നം കണ്ടിട്ടുള്ളൂ. അവൾക്കായിട്ടേ ഇന്ന് വരെ ജീവിച്ചിട്ടുള്ളൂ. അവളെ അറിഞ്ഞു തുടങ്ങിയ അന്നു മുതൽ അവളെ മാത്രമേ ജീവനായും ജീവിതമായും കണ്ടിട്ടുള്ളൂ. അവൻ വല്ലാതെ കിതച്ചു. ഇറ്റ്സ് ഓക്കെ സർ. അവൾ മുന്നിലിരുന്ന വെള്ളം അവനായി നീട്ടി. സോറി, ഞാൻ പെട്ടെന്ന്. ഐ കൻ അണ്ടർസ്റ്റാൻഡ് സർ. സർ, ഒരു ചോദ്യം കൂടി. അവൻ തലയാട്ടി. സർ, താങ്കളുടെ സ്റ്റോറി അവസാനിക്കുന്നത് മായി എന്നിൽ നിന്നും പോയി എന്നൊരു വാക്കിൽ മാത്രമാണ്. പക്ഷേ എപ്പോ, എങ്ങനെ, അതൊന്നും താങ്കൾ പറഞ്ഞിട്ടില്ല. അവളത് പറഞ്ഞതും അവൻ വല്ലാതെ ഇറിറ്റേറ്റഡ് ആകാൻ തുടങ്ങി. അപ്പോ നമുക്ക് ഈ കോൺവെർസേഷൻ ഇവിടെ വെച്ച് നിർത്താം. എനിക്ക് മോളെയും കൂട്ടി ഒന്ന് പുറത്തേക്ക് പോകണം. താങ്ക്സ് ചന്ദ്ര, പരിചയപ്പെട്ടതിൽ സന്തോഷം. അപ്പോഴേക്കും ടീച്ചർ മോളെയും ഒരുക്കി താഴേക്ക് വന്നു. അച്ഛേ! അവൾ ഓടി വന്ന് കയ്യിൽ കയറി. അങ്കദ് സർ, ഇതിന്റെ മകൾ ഇന്ദ്രവർഷിണി. മകളോ? ഞാനല്പം തിരക്കിലാണ് ചന്ദ്ര. അവളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ തന്നെ അവൻ എഴുന്നേറ്റും കൊണ്ട് പറഞ്ഞു. ഓക്കെ സർ, പിന്നെ കാണാം. അവളത് പറഞ്ഞു തീരും മുൻപേ തന്നെ അവൻ കുഞ്ഞുമായി പുറത്തേക്ക് പോയി. ഒന്നും മനസ്സിലാകാതെ നിന്ന ചന്ദ്രയുടെ അടുത്തേക്ക് ദേവി ടീച്ചർ വന്നു. മോള് അംഷിയുടെ ആരായിട്ട് വരും? ഞാൻ അംഷിയേട്ടന്റെ വൈഫിന്റെ അനിയത്തിയാണമ്മേ. ചുമ്മാ അല്ല അംഷി ഇത്രയും റിക്വസ്റ്റ് ചെയ്തത്. ദേവി ചിരിച്ചു. എന്റെ ഫസ്റ്റ് ജോബാണമ്മേ. ഇപ്പോഴത്തെ സെൻസേഷൻ അങ്കദ് സാറും അദ്ദേഹത്തിന്റെ ആമക്കുട്ടിയാണല്ലോ. സാറാണെങ്കിൽ ആർക്കും ഇന്റർവ്യൂ പോയിട്ട് മെസ്സേജിന് റിപ്ലൈ പോലും കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാളുടെ ഇന്റർവ്യൂ കിട്ടുവാണെങ്കിൽ എന്റെ ജോബിന് ഒരുപാട് നല്ലതായിരുന്നു. അതാ അംഷിയേട്ടനെ ഇങ്ങനെ ശല്യം ചെയ്തോണ്ടിരുന്നത്. പാവം, ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴാ സാറിനെ വിളിച്ച്. അവളുടെ നിർത്താതെയുള്ള സംസാരം ടീച്ചറിന് നന്നായി ബോധിച്ചു. അമ്മേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? അവൾ ടീച്ചറിനെ അടുത്ത് പിടിച്ചിരുത്തി. അമ്മേ, സാറിന്റെ സ്റ്റോറി പലയിടത്തും കംപ്ലീറ്റ് അല്ല. പലതും വായനക്കാരുടെ മനോധർമ്മത്തിന് വിട്ടിരിക്കുക. ചിലയിടത്ത് പല പേരുകളും മാറ്റി മാറ്റി പറഞ്ഞിരിക്കുന്നു. ചിത്രരഞ്ജൻ രഞ്ജു ആകുന്നു, രഞ്ജിയാകുന്നു, അങ്ങനെ പലതും. എന്നോടൊന്ന് പറയോ ശരിക്കും അവരുടെ ലൈഫിൽ എന്താ നടന്നെന്നൊക്കെ? മോളെ, അത് ദേവി എന്തോ പറയാൻ വന്നു. അമ്മ പ്രോമിസ്, അമ്മ പറയുന്ന ഒരു കാര്യവും ആർട്ടിക്കിളിൽ വരില്ല. എന്തിന്? അമ്മ എന്നോട് എന്തെങ്കിലും പറഞ്ഞൂന്ന് പോലും മൂന്നാമതൊരാൾ അറിയില്ല. പ്ലീസ്,
ശരിക്കും അറിയാനുള്ള ആഗ്രഹം കൊണ്ടാ അമ്മേ. അവള് വന്ന് അവരിരുന്ന കസേരയുടെ താഴെ ആ കൈകൾ കൂട്ടിപ്പിടിച്ച് അപേക്ഷയുടെ രൂപത്തിൽ പറഞ്ഞു. എന്തോ ദേവി ടീച്ചറിന് അവളുടെ വാക്കുകളെ തള്ളിക്കളയാൻ തോന്നിയില്ല. മോക്ക് എന്താ അറിയണ്ടേ? മായി, അവൾ എങ്ങനെയാ മരിച്ചേ? അവളുമായിട്ട് സാറിന്റെ കല്യാണം ഉറപ്പിച്ചായിരുന്നല്ലോ. പിന്നെന്താ അവള് മാത്രം അതറിയാഞ്ഞത്? അപ്പൊ മോൾക്ക് അവളുടെ കല്യാണം ഉറപ്പിച്ചത് മുതലുള്ളത് അറിയണം അല്ലേ? ഈ രഞ്ജുവിന്റെ അമ്മ എന്ന് പറയുന്നത് എന്റെയും ഒരകന്ന ബന്ധുവായിരുന്നു. അങ്കത്ത് പറഞ്ഞ് എനിക്ക് അവരെയെല്ലാം നന്നായി അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വർഷത്തെ ഉത്സവത്തിന് ഞാനും പോയിരുന്നു. അവിടെ വെച്ച് ബിന്ദുവിനെ കാണുകയും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തു. ആദ്യം അവരൊന്ന് പേടിച്ചുവെങ്കിലും പിന്നീട് സംസാരിച്ചു വന്നപ്പോ മോളെ കാണാൻ ചെല്ലാൻ പറഞ്ഞു. ഇതിനിടയില് ഉണ്ണി പോയി അവരെ കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അവർക്ക് ഉണ്ണിയെ ഇഷ്ടായി. അപ്പൊ പിന്നെ അടുത്ത് തന്നെ ഒരു ദിവസം അവളെ കാണാനായിട്ട് ചെല്ലാന്നുള്ള കാര്യം എല്ലാരും കൂടി തീരുമാനിച്ചു. പക്ഷെ താനാ ചെറുക്കന്ന് അവളോട് നേരിട്ട് പറഞ്ഞോളാമെന്ന് അവൻ വാശി പിടിച്ചു. കാരണം അവളെ പറഞ്ഞ് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനെന്ന് അവന് നിർബന്ധമായിരുന്നു. വേറെ ആര് പറഞ്ഞാലും ചിലപ്പോ അവള് തെറ്റിദ്ധരിച്ചാലോന്നുള്ള പേടി അവനുണ്ടായിരുന്നു. അതേ പേടി ഞങ്ങൾക്കുണ്ടായിരുന്നത് കൊണ്ട് അവൻ പറയുന്ന പോലെ കാര്യങ്ങൾ പൊക്കോട്ടെ എന്ന് രണ്ട് വീട്ടുകാരും തീരുമാനിച്ചു. കാരണം എല്ലാവർക്കും മായിയും അവളുടെ സന്തോഷവുമായിരുന്നു വലുത്. ബാക്കിയെല്ലാം പിന്നീടെന്ന ചിന്തയായിരുന്നു. അവളോട് എല്ലാം പറയാൻ വേണ്ടി അവൻ കുറച്ചു സമയം ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. ഞങ്ങളോട് എല്ലാവരും അത് സന്തോഷത്തോടെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. ആ കുറച്ചു സമയം കൊണ്ട് അവൻ അവളോട് നല്ല കൂട്ടായി, എന്തും പറയാൻ പറ്റുന്നൊരു നല്ല സുഹൃത്തായി. അവസാനം അവളോട് കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ അവൾ അവനെ തെറ്റിദ്ധരിക്കില്ല എന്നൊരവസ്ഥയിൽ അവൻ അവളെ കൊണ്ടെത്തിച്ചു. അവസാനം അവൻ എല്ലാം അവളോട് പറയാൻ തീരുമാനിച്ചു. അതിനായിട്ട് ഒരു ദിവസം അവളെയും കൂട്ടി പുറത്തേക്ക് പോയി. പോകും വഴി അവൾ സ്ഥിരമായിട്ട് പോകുന്ന ദേവീക്ഷേത്രത്തിൽ കയറണമെന്ന് ആവശ്യപ്പെട്ടപ്പോ അവിടെ കയറി. തിരിച്ചു പോരും വഴി ഒരു ആക്സിഡന്റ്. ടീച്ചറിന്റെ കണ്ണുകൾ നിറഞ്ഞു, സ്വരം ഇടറി. എന്റെ മകനെയും അവന്റെ സന്തോഷത്തെയും ഒക്കെ ആ ഒരു ദിവസം എന്നിൽ നിന്നും അകറ്റി. അവൻ പഴയ പോലെ മരുന്നിനെ ആശ്രയിച്ച് ജീവിക്കുന്ന വെറും ഒരു ശരീരം മാത്രമായി. അതിൽ നിന്നും എല്ലാം ഒരു മാറ്റം ഉണ്ടായത് 2 വർഷം മുന്നെയാ, മോള് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം. അതിനുശേഷം അവൻ പതിയെ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി. എന്നിപ്പോ കാണുന്ന ഉണ്ണിയായി. അമ്മയുടെ കണ്ണുനീരിനൊപ്പം ചന്ദ്രയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. ഇതേ സമയം അങ്കത്തും മായിയുടെ ഓർമ്മകളിലായിരുന്നു. അവന്റെ ഓർമ്മകളും ആ ദിവസത്തിലേക്ക് വീണ്ടും പോയി. അങ്കത് സാറിനെന്താ ഇത്ര ഭയങ്കര ടെൻഷൻ? എന്തുപറ്റി? ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? മായി അവനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ചോദിച്ചു. എന്ത്? അവൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, ഈ ടെൻഷൻ കണ്ട് ചോദിച്ചതാണേ. അല്ല സാറേ, നമ്മൾ എങ്ങോട്ടായി പോകുന്നേ? അതൊക്കെയുണ്ട്. താൻ ഇങ്ങനെ ഓരോന്ന് തുരുതുരാ ചോദിച്ച് വിഷമിപ്പിക്കാതെ. അല്ലേ തന്നെ ടെൻഷൻ കൊണ്ട് എനിക്ക് വയ്യ. ശരി, ഞാൻ ഇനി ഒന്നും ചോദിക്കുന്നില്ല. പക്ഷേ ടെൻഷൻ മാറാൻ ഒരു മാർഗം പറഞ്ഞു തരാം. എന്ത്? പോകുന്ന വഴിക്കേ ഒരു ദേവീക്ഷേത്രമുണ്ട്. അവിടുന്ന് തൊഴുതാ നല്ല മനസമാധാനം കിട്ടും. കൂട്ടത്തില് മനസ്സിലുള്ള കാര്യം നടക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാലോ. എന്താ? അവളുടെ മുഖത്തേക്ക് നോക്കി പറ്റില്ല എന്ന് പറയാൻ തോന്നിയില്ല. അങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് പോയത്. തിരിച്ചു പടിയിറങ്ങുമ്പോ അവള് നല്ല സന്തോഷത്തിലായിരുന്നു. എന്താടോ, എന്താ ഇത്രയും സന്തോഷം? അതൊക്കെയുണ്ട്. പറയടോ. ആഗ്രഹം സാധിച്ചാ പറയാം. എന്തായാലും വേണ്ടില്ല. നീ ഹാപ്പിയല്ലേ? എനിക്കത് മതി. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം. അതും പറഞ്ഞ് മുന്നോട്ട് പോയ താൻ പിന്നെ കേൾക്കുന്നത് ആൾക്കാരുടെ ഒച്ചയും ബഹളവുമൊക്കെയാണ്. ഓടിച്ചെന്നപ്പോൾ കണ്ടു മായിയെ നിർത്തിയെടുത്ത് ഒരു കാർ മറിഞ്ഞു കിടക്കുന്നു. വേറെ കുറച്ചുപേർ കാർ തട്ടി വീണവരെ പിടിച്ചുയർത്തുന്നു. തന്റെ കണ്ണുകൾ തിരഞ്ഞവളെ, അവളെ മാത്രം അവിടെ കണ്ടില്ല. അപ്പോഴാണ് പറയുന്നത് കാർ ഇടിച്ചു തെറിപ്പിച്ച 2 പേരെ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന്. കൂടുതൽ തിരക്കിയപ്പോൾ അറിഞ്ഞു
ഒരു പെൺകുട്ടിയും പ്രായമുള്ള സ്ത്രീയുമാണെന്ന്. പിന്നെ ഒന്നും ആലോചിക്കാത്ത നേരെ ഹോസ്പിറ്റലിലേക്ക്. അവിടെ ചെന്നപ്പോൾ അറിഞ്ഞു ഹെഡ് ഇഞ്ചുറിയായി വന്നവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയെന്ന്. പിന്നെ അങ്ങോട്ട് ഒരു കാത്തിരിപ്പായിരുന്നു. വിവരം അറിഞ്ഞവരെല്ലാവരും എത്തി. കരച്ചിലും ബഹളവും പ്രാർത്ഥനയും. ഈ സമയമെല്ലാം എന്നോടൊപ്പം രഞ്ജു ഉണ്ടായിരുന്നു. അങ്കത്ത്, പ്ലീസ് രഞ്ജു, എന്റെ മായെ എന്നീന്നും പിരിക്കില്ലടാ. അവന്റെ കയ്യിൽ പിടിച്ച് എത്ര നേരം കരഞ്ഞുവെന്ന് ഓർമ്മയില്ല. ഇതിനിടയിൽ ഓപ്പറേഷൻ കഴിഞ്ഞുവെന്നും കാണേണ്ടവർക്ക് കാണാമെന്നും ഡോക്ടർ പറഞ്ഞു. എല്ലാവരും കണ്ടിറങ്ങിയപ്പോഴാണ് താൻ ചെന്നത്. തന്നെ നോക്കി ചിരിച്ചും കൊണ്ട് അവൾ പറഞ്ഞു, എന്റെ ആഗ്രഹം സാധിച്ചു. എന്റെ ചിത്തന്റെ അടുത്തേക്ക് ഞാനും. അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ നാവ് കുഴഞ്ഞു വന്നു. പിന്നങ്ങോട്ട് ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെയായിട്ടൊരു ബഹളമായിരുന്നു. പുറത്തിറങ്ങുമ്പോഴേക്ക് മനസ്സ് മരവിച്ചിരുന്നു. അപ്പോഴും ഒരു ബലം പോലെ രഞ്ജു കൂടെ തന്നെ ഉണ്ടായിരുന്നു. മണിക്കൂറുകൾ പിന്നെയും കുറെ കഴിഞ്ഞപ്പോൾ ദേവി ടീച്ചർ അവനരികിൽ വന്നിരുന്നു. ഉണ്ണി, മോനെ. അങ്കത്ത് അമ്മയെ നോക്കുന്നതിന് പകരം ഇടത് സൈഡിലേക്ക് നോക്കി. അവിടെ രഞ്ജു ഉണ്ടായിരുന്നില്ല. അവൾ പോയല്ലേ? അവൻ അമ്മയെ നോക്കാതെ തന്നെ ചോദിച്ചു. അമ്മ ഒരേങ്ങലോടെ അവന്റെ തോളിലേക്ക് വീണു. എല്ലാവരും ആർത്തലച്ചപ്പോഴും താൻ ഒന്നും പറഞ്ഞില്ല. കാരണം മായി അവൾ ചിത്തന്റെ മാത്രം ആമക്കുട്ടിയായിരുന്നു. അത് എന്നെക്കാളും നന്നായിട്ട് വേറെ ആർക്കറിയാ? പിന്നെ അങ്ങോട്ടൊരു മരവിപ്പായിരുന്നു. ആൾക്കാരോടും ജീവിതത്തോടും അങ്ങനെയെല്ലാം. അതിൽ നിന്നും ഒരു മോചനമായാണ് മോള് ജീവിതത്തിലേക്ക് വന്നത്. അമ്മയുടെ ബന്ധത്തിലുള്ള ഒരു കുട്ടി. അച്ഛൻ ആദ്യമേ പോയി. പിന്നെ അമ്മയും കൂടി നഷ്ടപ്പെട്ടപ്പോ ബന്ധുക്കൾക്കാർക്കും ഏറ്റെടുക്കാൻ സമ്മതമായിരുന്നില്ല. പ്രത്യേകിച്ചും വെറും 1 വയസ്സ് മാത്രമുള്ള പെൺകുട്ടി. അതുകൊണ്ട് തന്നെ ദേവി ടീച്ചർ അവളെ ഏറ്റെടുത്തു. അവൾ വന്നതോടെ പതിയെ പതിയെ എന്റെ ജീവിത രീതികളും മാറി തുടങ്ങി. ഞാനും ഒരു നോർമൽ ലൈഫിലേക്ക് മടങ്ങാൻ തുടങ്ങി. ആദ്യ വാക്കുപോലെ അവൾ എന്നെ അച്ഛയെന്ന് വിളിച്ചപ്പോ ഞാൻ അവളുടെ അച്ഛനായി. ദേവി ടീച്ചർ അച്ഛമ്മയായി. വീണ്ടും ജീവിക്കാൻ ഒരു പ്രതീക്ഷയൊക്കെ തോന്നി തുടങ്ങി. പിന്നീട് എന്നോ ഒരിക്കൽ അവൾ അമ്മയെ തിരക്കിയപ്പോ ഒരിക്കൽ നടക്കാതെ പോയ സ്വപ്നത്തെ മോളുടെ പേരിൽ നടത്തി. മായിയെ ഞാൻ അവളുടെ അമ്മയാക്കി. അങ്ങനെ ഇന്ന് ആത്മയുടെയും അംഗത്തിന്റെയും മകളാണ് ഇന്ദ്രവർഷിണി. അച്ഛേ, അച്ഛേ. അവളുടെ വിളിയാണ് അവനെ ഓർമ്മകളിൽ നിന്നും ഉണർത്തിയത്. അച്ഛേ, ഐസ്ക്രീം വേണം. അവൾ അവന്റെ കൈ പിടിച്ചു കൊഞ്ചി. അവൻ ചിരിച്ചുകൊണ്ട് ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റു. അവൾ നീട്ടിയ ആ കുഞ്ഞിക്കൈയിൽ പിടിച്ച് നടക്കാൻ തുടങ്ങി. തിരികെ വീട്ടിലെത്തുമ്പോഴേക്കും അവൾ ഉറങ്ങി. ടീച്ചർ കഴിക്കാൻ വിളിച്ചിട്ടും അവൻ പോയില്ല. ഇന്നത്തെ അവന്റെ മാനസികാവസ്ഥ അറിയാവുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ടീച്ചറും നിർബന്ധിച്ചില്ല. മോളെ കിടത്തിയിട്ട് അവൻ മുറിയിൽ തൂക്കിയിട്ടിരുന്ന മായിയുടെ ഫോട്ടോയിലേക്ക് കുറെ നേരം നോക്കി നിന്നു. നിന്നെ ഞാൻ ഇപ്പോഴെന്നല്ല, ഓരോ നിമിഷവും ഓരോ ജന്മങ്ങളിലും പ്രണയിച്ചുകൊണ്ടിരിക്കും മായി. പക്ഷെ ഒരിക്കലും നിന്നെ ഞാൻ എന്റേതാക്കാൻ ശ്രമിക്കില്ല. ഈ ജന്മത്തിലെന്നല്ല, വരും ജന്മങ്ങളിലും നിന്നെ കൂട്ടായി കിട്ടാൻ ഞാൻ ആഗ്രഹിക്കില്ല മോളെ. കാരണം നീ ആമക്കുട്ടിയാ, ചിത്തന്റെ മാത്രം ആമക്കുട്ടി. ഇനിയും 1000 ജന്മം നീ ഭൂമിയിലേക്ക് വന്നാലും നിന്റെ നല്ല ബാധി നിന്റെ ചിത്തം മാത്രമായിരിക്കും. അപ്പോഴേക്കും കണ്ണിൽ നിന്നും അടർന്നു മാറുന്ന കണ്ണുനീർ അവന്റെ ദൃഷ്ടിയെ മറിച്ചിരുന്നു. വാതിൽക്കൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ദേവി ടീച്ചർ കണ്ണുകൾ തുടച്ച് മുറിയിലേക്ക് പോയി. കിടക്കും മുന്നേ അവർ മായിയുടെ ഫോട്ടോയിലേക്ക് നോക്കി.
ഉണ്ണി പറഞ്ഞ പോലെ അല്ല മോളെ. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ നീ എൻ്റെ ഉണ്ണിയുടെ മാത്രം സ്വന്തമായിരിക്കും. ഈ അമ്മക്കുറപ്പാ. അവന്റെ കാത്തിരിപ്പും ദൈവം കാണും. കാരണം അവനെപ്പോലെ നിന്നെ സ്നേഹിക്കാൻ ഈ ലോകത്ത് വേറൊരാൾക്കും സാധിക്കില്ല. നിന്റെ ഈ ചിത്തനെ പോലും. അത്രയ്ക്ക് എൻ്റെ മോൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നീ ഈ വീട്ടില് എന്റെ മോളായിട്ട് വന്ന് കേറിയിരുന്നെങ്കിൽ അപ്പോഴും നീ ചിത്തന്റെ ആമക്കുട്ടി തന്നെ ആയേനെ. ഫ്രെയിം ചെയ്തു വച്ചിരിക്കുന്ന മകന്റെ സർട്ടിഫിക്കറ്റിൽ തലോടിക്കൊണ്ട് ടീച്ചർ പറഞ്ഞു, സർട്ടിഫൈഡ് ടു ചിത്രാംഗത് ഭാസ്കർ. അംഗത്തിന്റെ ശരിക്കുള്ള പേര് ചിത്രാംഗത്. ചിത്തൻ, ചിത്തന്റെ ആമക്കുട്ടി.